അസ്സലാമു അലൈക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മുജ്രിദ്ദം ഫളീഉ മജാരിഹി ബിൽ ജൂഅ. ആദമിന്റെ മകന്റെ ശരീരത്തിൽ രക്തമോടുന്നിടത്തെല്ലാം ഷെയ്ത്താൻ സഞ്ചരിക്കുന്നുണ്ട്. ആ രക്തമോടുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ഞെരുക്കുക വിശപ്പുകൊണ്ട്. വിശപ്പ് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഞരമ്പുകളെയും നാഡികളെയും ഞെരുക്കുന്നു. വിശക്കുമ്പോൾ ഞരമ്പുകളിലൂടെ ശരിയായ രീതിയിൽ രക്തപ്രവാഹം നടക്കാതെ വരുമ്പോൾ ഷെയ്ത്താന്റെ സഞ്ചാരം, അവന്റെ ആധിപത്യം കുറയുന്നു. അതുകൊണ്ട് തന്നെ നോമ്പിൽ വിശപ്പ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അത്താഴത്തിന് വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ സുബഹി നമസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഉച്ചവരെ ഉറങ്ങിപ്പോകാനും ഇടയുണ്ട്. കഴിച്ച ആഹാരം ദഹിക്കാൻ 2-3 മണിക്കൂർ എടുക്കുന്നിരിക്കെ ഇങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് വിശപ്പ് അനുഭവപ്പെടുന്നുമില്ല. അതായത് നോമ്പിലുള്ള വിശപ്പിന്റെ ഗുണം അവന് ലഭിക്കുന്നില്ല. ആഹാരം കഴിക്കുമ്പോൾ ചിട്ട പാലിക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് നോമ്പിന്. ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന്റെ 1/3 വായുവിനായി ഒഴിച്ചിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആര് അധികമായി ഭക്ഷിക്കുന്നുവോ അവർക്ക് ഹിക്മത്ത്, ജ്ഞാനം ലഭിക്കുകയില്ല എന്ന് മഹാനായ ഔസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആട് മേയ്ക്കുന്ന കറുത്ത വർഗ്ഗക്കാരനായ ഒരു ഇടയനായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ കൊട്ടാരത്തിൽ കണ്ടപ്പോൾ അവിടുത്തോട് ചോദിക്കപ്പെട്ടു, ആട് മേയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടത്? ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കുറയ്ക്കുകയും മനസ്സിനെ വിശാലമാക്കുകയും ചെയ്തു. ഇങ്ങനെ മിതമായ ആഹാരം കഴിക്കുന്നതാണ് ആരോഗ്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും നല്ലത്. നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് വഴി ആത്മീയമായ വളർച്ച നേടുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ്. കഴിഞ്ഞുപോയ മാസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന പാപങ്ങൾ, തിന്മകൾ എന്നിവ റമദാനിലെ നോമ്പിലൂടെ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചാൽ അതിലും ഫലമുണ്ടാകണമല്ലോ. അതുപോലെ നോമ്പെന്ന മരുന്ന് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ആത്മീയ വളർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. നോമ്പെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിച്ച മരുന്നിന്റെ രീതിയും പഥ്യവും ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതായത് നോമ്പിന്റെ ചിട്ടകൾ പാലിക്കാതെ നോമ്പ് എടുത്താൽ അതിന്റെ ഫലം ലഭിക്കില്ല. ഈ രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ എത്ര പേർ ശരിക്കും നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് പറയാനാകും. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ കാരണം നാം വെറും പട്ടിണി കിടന്ന് ശരീഅത്തിന്റെ നോമ്പ് മാത്രം എടുക്കുന്നത് കൊണ്ടാണ്. നോമ്പ് ഹൃദയം കൊണ്ടെടുക്കണമെങ്കിൽ ത്വരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും മഅരിഫത്തിന്റെയും നോമ്പ് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ കർമ്മങ്ങൾക്കും ബാഹ്യവും ആന്തരികവുമായ തലങ്ങളുണ്ട്. ഒരു വാഹനം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ എല്ലാ ചക്രങ്ങളും ചലിക്കണം, എഞ്ചിൻ പ്രവർത്തിക്കണം, ഇന്ധനം ഉണ്ടാകണം, അല്ലെ? ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ വന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനാവില്ല. അതുപോലെ നമ്മുടെ ഓരോ കർമ്മവും ബാഹ്യമായും ആന്തരികമായും ചെയ്താൽ മാത്രമേ അള്ളാഹു എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കൂ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഇവിടെ നിയമക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീഅത്തും അതിനൊരു കർമ്മമാർഗം എന്നത് ഉദ്ദേശിക്കുന്നത് ത്വരീഖത്തുമാണ്. ത്വരീഖത്ത് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം വഴി, പാത, സരണി എന്നൊക്കെയാണ്. ആയത്തിൽ മിൻകും ശിർഅതൻ വ മിൻഹാജ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നിയമക്രമവും കർമ്മമാർഗവും, അതായത് ശരീഅത്തും ത്വരീഖത്തും, ഇവ രണ്ടും ഒരുപോലെ ആവശ്യമാണ് എന്ന് പ്രതിധ്വനിക്കുന്നു. മനുഷ്യൻ 2 കാര്യങ്ങളുടെ സങ്കലനമാണ്, ഒന്ന് ശരീരവും ഒന്ന് ആത്മാവും. ശരീരം ഇസ്ലാമിന്റെ ബാഹ്യ നിയമങ്ങളും ചിട്ടകളും അക്ഷരം പ്രതി പാലിക്കുക എന്നുള്ളതാണ് ശരീഅത്ത്. നിസ്കാരം ബാഹ്യമായി ശരിയാവണമെങ്കിൽ ഫറളുകൾ, ഷർത്തുകൾ, ബാത്തുലാവുന്ന കാര്യങ്ങൾ ഇവയൊക്കെ അറിഞ്ഞു വേണമല്ലോ നമ്മൾ നിസ്കരിക്കാൻ. ഇതെല്ലാം ശരീഅത്ത് നിയമങ്ങളാണ്. ഇത് ഫിഖ്ഹ് പഠിച്ച പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് പഠിക്കാനുമാവും. എന്നാൽ ത്വരീഖത്ത് എന്നത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. പാപങ്ങളാണ് ആത്മാവിന്റെ രോഗം. ആത്മാവിന്റെ രോഗങ്ങളെ അറിഞ്ഞ് ചികിത്സിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. ആയതിനാൽ ആത്മാവിനെ സംസ്കരിക്കാൻ ആരിഫീങ്ങളെ സമീപിക്കുക തന്നെ വേണം. ഒരു ഫഖീഹിന്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം ഹൃദയരോഗങ്ങളെ പറ്റി സംസാരിക്കുകയില്ല. കാരണം അദ്ദേഹം ഫിഖ്ഹ് പഠിച്ച ആളാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഏത് അമലുകളും അള്ളാഹുവിലേക്ക് എത്താൻ ശരീഅത്തും ത്വരീഖത്തും ആവശ്യമാണ്. മഹാന്മാർ ഇതിനൊരു ഉപമ ഇപ്രകാരമാണ് പറയുന്നത്: ശരീഅത്ത് എന്നത് ഒരു കപ്പൽ പോലെയും ത്വരീഖത്ത് എന്നത് കടൽ പോലെയും ഹഖീഖത്ത് എന്നത് വിലപിടിപ്പുള്ള മുത്തുപോലെയുമാണ്. ആരെങ്കിലും ആ മുത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ശരീഅത്താവുന്ന കപ്പലിൽ കയറി ത്വരീഖത്താവുന്ന കടലിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന ഹഖീഖത്താകുന്ന ആ മുത്തെടുക്കുക. ഇതാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ ഇനി നോമ്പിലേക്ക് വരാം. ശരീഅത്തിന്റെ നോമ്പിന്റെ നിബന്ധനകളും മറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
എന്നാൽ അത്യുന്നതരായ മശായഖമാർ നമ്മെ പഠിപ്പിച്ചത് നോമ്പ് എന്നാൽ നമ്മുടെ കരങ്ങളെ തെറ്റുകളിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. നമ്മുടെ കണ്ണുകൾ അനുവദനീയമല്ലാത്തത് കാണാതിരിക്കലാണ്. നാവ് കൊണ്ട് ചീത്ത കാര്യങ്ങൾ പറയാതിരിക്കലാണ്. കാലുകൾ കൊണ്ട് നിഷിദ്ധമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാതിരിക്കലാണ്. ഇതാണ് ത്വരീഖത്തിലെ നോമ്പ്. ഇനി ഇതിനു ശേഷം വരുന്നതാണ് ഹഖീഖത്തിലെ നോമ്പ്. സവിശേഷമായ ഒരു സ്ഥാനം തന്നെയാണിത്. അള്ളാഹുവിന്റെ യഥാർത്ഥ ആരിഫ്യങ്ങൾ സദാസമയവും ഈ ഹഖീഖത്തിന്റെ നോമ്പിലായിരിക്കും. തന്റെ ഹൃദയത്തെ അള്ളാഹു അല്ലാത്ത സർവ്വതിൽ നിന്നും മുക്തമാക്കി വെക്കുക എന്നതാണ് ഹഖീഖത്തിലെ നോമ്പ്. അവരെപ്പോഴും തങ്ങളുടെ ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെയും അള്ളാഹു അല്ലാത്ത സർവ്വതിൽ നിന്നും മുക്തമാക്കുന്നു. തങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നോമ്പ് മുറിയുന്നു. അവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല. ആ തിരുകാഴ്ചയാണ് അവരുടെ ഇഫ്താർ. യഥാർത്ഥത്തിൽ ശരീഅത്തിലെ നോമ്പ് മനസ്സിലാക്കിയാൽ ത്വരീഖത്തിലെയും ഹഖീഖത്തിലെയും നോമ്പിന് അത് ഏറെ സഹായകരമായി മാറും. ശരീഅത്തിലെ നോമ്പ് എന്താണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ആന്തരിക വശം കൂടി ഇവിടെ പറയാം. നാം ശരീഅത്തിലെ നോമ്പെടുക്കുമ്പോൾ അഥവാ അന്നപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പെടുക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നെഫ്സിന്റെ ഉള്ളിൽ മൃഗീയമായ വിശേഷണങ്ങളാണ് ഭൂരിപക്ഷമുള്ളതെന്ന് നമുക്കറിയാം. അതുകാരണം നമുക്ക് മുകളിൽ നമ്മുടെ നെഫ്സിന്റെ അധികാരം ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിൽ മൃഗീയമായ വിശേഷണങ്ങൾ കീഴൊതുങ്ങി അതില്ലാതാകണമെങ്കിൽ മലക്കൂത്തിയായ സവിശേഷതകളും റൂഹാനിയായ സവിശേഷതകളും അതിജയിക്കണം. എന്താണ് ഈ മലക്കൂത്തിയായ വിശേഷണങ്ങൾ? മലക്കുകൾ അവർ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദിക്റാണ് അവരുടെ ഭക്ഷണം. അവർ സദാസമയവും അള്ളാഹുവിന്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു നോമ്പിലൂടെ നമുക്ക് ഈ മലക്കൂത്തിയായ സവിശേഷതകൾ പകർന്നു നൽകാൻ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ആത്മാവിന്റെ വിശപ്പും ദാഹവും തീർക്കാൻ ആത്മാവിന് ഭക്ഷണവും വെള്ളവും നൽകി ആത്മാവിനെ ശക്തിപ്പെടുത്തുമ്പോൾ ഖൽബിനെയും നെഫ്സിനെയും കീഴടക്കാൻ കഴിയുന്നു. ഇനി എന്താണ് ഈ ആത്മാവിന്റെ ഭക്ഷണം? അള്ളാഹുവിന്റെ ദിക്ർ ആത്മാവിൽ എടുക്കലാണ് ആത്മാവിന്റെ ഭക്ഷണം. ഇതിനെ മഹാന്മാർ റൂഹിയായ ദിക്ർ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ നൂറാകുന്ന ദിക്റിലൂടെ ആത്മാവുകൾക്ക് ചിറകുമുളയ്ക്കുന്നു. അത് ഉന്നതങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങുന്നു. ആത്മാവിന്റെ ഭക്ഷണമായ ഈ റൂഹിയായ ദിക്ർ നമുക്ക് എങ്ങനെയാണ് കരസ്ഥമാക്കാനാവുക? ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഈ റൂഹിയായ ദിക്ർ പറഞ്ഞു തരുന്നവരുടെ പേരാണ് ഒരു മുർഷിദ് അഥവാ ഷേഖ്. അവരെ അള്ളാഹു നിയോഗിച്ചത് തന്നെ മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിക്കാനാണ്. അപ്പോൾ ഈ മലക്കൂത്തിയായ സവിശേഷതകൾക്കിടയിൽ ഇങ്ങനെ റൂഹിയായ ദിക്ർ ചെയ്യുകയാണെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഈ മാസം നമ്മൾ നന്നായി പരിശ്രമിച്ചാൽ പ്രതിഫലത്തെക്കാൾ ഉപരി ഈ ദിക്ർ കൊണ്ട് പ്രത്യേക സ്ഥാനങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുന്നു. 11 മാസവും അധ്വാനിച്ച് നമുക്ക് എന്തൊക്കെ ദർജയിൽ എത്തിച്ചേരാൻ കഴിയുന്നുവോ ഈ ഒരു മാസം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ നമുക്ക് കഴിയും. ഇത് അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യം തന്നെയാണ്. രണ്ടാമതായ ഒരു കാര്യം, അള്ളാഹു റമളാനിൽ പിശാചുക്കളെ ബന്ധനത്തിലാക്കുന്നു. സത്യത്തിൽ അവർ കഴിയുന്നത് നമ്മളോടൊപ്പം തന്നെയാണല്ലോ. അവർ കൂടി ബന്ധനത്തിലാകുന്നതോടുകൂടെ ഒരു മാസമെങ്കിലും കഠിനമായി പരിശ്രമിച്ച് നമ്മുടെ ദറജകൾ എത്രത്തോളം ഉയർത്താൻ കഴിയുന്നു അത്രയും ഉയർത്തുവാൻ പരിശ്രമിക്കുവാൻ അള്ളാഹു കനിഞ്ഞരുളിയതാണ് ഈ മാസം. റമളാൻ മുബാറക്കിൽ ഈ റൂഹിയായ ദിക്റിന് ഇത്ര വലിയ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ ദാഹത്തെ അത് ശമിപ്പിക്കും. നമ്മുടെ ആത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്? അത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ ദർശനത്തിന് വേണ്ടിയാണ് ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദർശനമാണ് ആത്മാവിന്റെ പാനീയം. ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനമാണ് ആത്മാവിന്റെ പാനീയം. മശായിഖന്മാരുടെ ദർശനമാണ് ആത്മാവിന്റെ പാനീയം. റമളാനിൽ റൂഹിയായ ദിക്ർ അധികരിപ്പിക്കുന്നതിലൂടെ ഖൽബിലും റൂഹിലും ഈ ആത്മീയ ദർശനം സാധ്യമാവുന്നു. ഇതാണ് നോമ്പുകാരന്റെ 2 സന്തോഷങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ കാണുമ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അതായത് വിശ്വാസികൾ അള്ളാഹുവിനെ ഹൃദയ കണ്ണുകൊണ്ട് ദർശിക്കുന്നു. കാരണം റമളാനിൽ അള്ളാഹു ഒരുക്കി തന്ന അവസരങ്ങൾ നോമ്പുകാരനെ ഇതിന് ഏറെ സഹായിക്കുന്നു. അള്ളാഹു ഈ വിശുദ്ധ മാസത്തിന്റെ അനുഗ്രഹം കൊണ്ട് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം കൊണ്ട് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകുന്നു. റഹ്മത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിരിക്കുന്നു. നരകത്തിന്റെ വാതിലുകൾ ബന്ധിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇന്നേരം അവന്റെ റഹ്മത്ത് വളരെ ശക്തമാണ്. മറ്റു മാസങ്ങളിൽ ഇത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നോമ്പ് വന്നത് തന്നെ നമ്മെ മാറ്റിമറിക്കാനാണ്, സംശുദ്ധീകരിക്കാനാണ്, സംസ്കരിക്കാനാണ്.
അപ്പോൾ നമ്മുടെ ഉണ്മയെ പരിശുദ്ധമാക്കുന്നതിന്റെ പേരാണ് നോമ്പ്. വെറുതെ വിശപ്പും ദാഹവും സഹിക്കാൻ വേണ്ടിയല്ല നോമ്പ് ആഗതമായത്. ശരീഅത്തിലെയും ത്വരീഖത്തിലെയും ഹഖീഖത്തിലെയും നോമ്പ് മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പൂർണ്ണരായ മുർഷിദിന്, ഒരു ആത്മീയ ഗുരുവിന് മാത്രം പകർന്നു നൽകാൻ കഴിയുന്ന നോമ്പിന്റെ ജ്ഞാന രഹസ്യങ്ങൾ അവരോടുള്ള സുഹബത്ത് കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്.